ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ ആയിട്ട് വെളിയിലിട്ടിറങ്ങി. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8:15 ആയി കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കും നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. കണ്ട നമ്മുടെ വീട്ടിലെ ഇപ്പം ഇത് ഭയങ്കര കാര്യമായിട്ടൊക്കെ പൂത്ത് കിടക്കുന്നു. നമ്മുടെ സമയമാകുമ്പം ഒരെണ്ണം പോലും ഇവിടെ കാണത്തില്ല. അതിലെല്ലാം വീണ് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ 2-3 ദിവസമായിട്ട് ഈ മുറ്റം തൂത്തിട്ടേ ഇല്ല. ഇത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കുവാ ഞാൻ. ഈ ഒരു സൈഡ് മാത്രമൊന്നുമില്ല, അപ്പുറത്തൊക്കെ ഇന്നലെ തൂത്തായിരുന്നു. ഈ ഒരു സൈഡ് കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. പക്ഷെ മേളിൽ കയറി നടക്കാൻ എനിക്കൊന്ന് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഒന്ന് നോക്കട്ടെ, നമുക്ക് മേളിൽ കയറി എടുക്കാം. ഇവിടെ എല്ലാം വീണ് കിടപ്പുണ്ട്. കണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വരെയുള്ളുണ്ട്, ഇതിനെ മേളിലോട്ടില്ല. നല്ല വെയിൽ. കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് എല്ലാം കൊഴിഞ്ഞു പോകും. നമ്മുടെ വിഷു ആകുമ്പോഴത്തേക്ക് ഒരെണ്ണം പോലും നമുക്ക് കിട്ടത്തില്ല. പിച്ചാനും പറ്റത്തില്ലല്ലോ. പക്ഷേ എൻ്റെ തൊട്ട് പുറയിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് പിച്ചാൻ പറ്റില്ല, കുറച്ചുകൂടി പൊക്കത്തില്ല. എൻ്റെ മേളിൽ ആലുകൾ ചെയ്യുന്നു. ആലാണ് കുഞ്ഞാല്, കണ്ടല്ലേ. ഒഴിക്കട്ടെ. മുളകൊക്കെ, കറിവേപ്പില, അങ്ങനെ ഇഡ്ഡലി ചീരാന്തേരക്കകത്ത് വെച്ചായിരുന്നു ഉണ്ടാകുന്നത് കേട്ടാ. മതിയോ? മീനെടുത്തത് ഇന്നിപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി പഴങ്ങഞ്ഞിയാണ് കേട്ടോ. പൈശുവിന് കൊണ്ടുപോകാനെടുത്ത കേട്ടോ. ഇന്നലത്തെ 2 പൊറോട്ട ആയിരുന്നു, അത് ഞാൻ ചൂടാക്കി എടുത്തു. ഇത് നമ്മുടെ വൈശിക്ക് എത്തിച്ച് തിന്നാൻ ഇരിപ്പുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കണ്ടോണ്ടിരുന്ന് പാല് കുടിക്കുന്നു. ഇല്ലേ വാവേ? ഇനി നമുക്ക് ജോലിയുള്ളത് ഇത് തുടച്ച് ഇടണം. ഇത് കണ്ടില്ലേ, വൈശു പഴങ്ങഞ്ഞി കുടിച്ചതിൻ്റെ അടയാളം. ഇത് തുടച്ച് അവളിവിടെ എല്ലാം ഇട്ട് കളഞ്ഞ് എടുത്ത് ഇത് ഫുള്ള് തുടയ്ക്കണം. ഭാവി എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാം ശരിയാ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട.
ഞാൻ ചൂടാക്കിയിട്ടല്ല വേണം എത്തുന്നോളാം. കളിപ്പാട്ടെല്ലാം രാവിലെ എടുത്ത് ഇവിടെ ഇട്ട വാവേ. നീ ഇത്രയും ഞാൻ പറക്കി വെക്കണ്ടായോ? ഇത് ഇത്രയും നീ പറക്കി വെക്കുവോ? വേണ്ടായോ? നീ തന്നെ പറക്കുവോ? ഞാനപ്പോൾ നമ്മുടെ ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. എടുക്കാം മാറി ഇത് മാറിയില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് നമ്മുടെ ഷീറ്റൊക്കെ മടക്കി വെക്കാണ് കേട്ടോ. അപ്പം എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ മാവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് എറിഞ്ഞിട്ട് ശരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുളമാവും കേട്ടോ. വൈകുന്നേരം അല്ല, ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുളമാവും. അപ്പോൾ അതേ ഞാൻ ഷീറ്റൊക്കെ മടക്കി തീർന്നപ്പോഴത്തേക്ക് നമ്മുടെ വാവ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് വൈശു. അപ്പോൾ ഇനി അവളെ റെഡിയാക്കണം സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട്. അപ്പം ഏട്ടനാണ് കേട്ടോ കുളിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡിയാക്കും, എന്നിട്ട് സ്കൂളിലായിട്ട് കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഭാവിയുടെ കണ്ടില്ലേ, എൻ്റെ ഷർട്ട് എടുത്തിട്ടൂടെ എടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നു. അമ്മച്ചി ഞാൻ വൈകിട്ട് വരും. നമ്മളിപ്പോൾ തുണി കഴുകാൻ വേണ്ടി പോവാണ്. നമുക്കിതിനകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ കഴിയും. അപ്പോൾ അത്രയും നേരം നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. രാവിലെ ഫുഡ് കഴിച്ചതും എല്ലാം റെഡിയാക്കിയതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാത്രം കഴുകാണ് കേട്ടോ.
അവേ പാപ്പ തരാട്ടോ. എന്തോ വേണ്ടുന്ന മൂക്ക്? പൊറോട്ട മതിയോ? അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി അടപ്പയിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങോട്ട് അടപ്പയിലിട്ടു കഴുകി. എന്നിട്ട് നമ്മുടെ റൂമൊക്കെ വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ ഹാളിലൊക്കെ കുറേ കളിപ്പാട്ടങ്ങൾ രണ്ടുപേരുടെ രാവിലെ എഴുന്നേറ്റ് ഇതാണ് കേട്ടോ ജോലി. കവറിനകത്ത് അടുക്കി വെച്ചിരിക്കുന്ന കളിപ്പാട്ടം തട്ടിയങ്ങിടും. പിന്നെ അത് അന്നേരം ഞാൻ പറക്കണം. പിന്നെ വൈകിട്ട് തട്ടിയിടുമ്പം അതും പിന്നെ ഞാൻ പറക്കണം. രാത്രി തട്ടിയിടും പിന്നെ അതും ഞാൻ പറക്കണം. അങ്ങനെ ഫുൾ പറക്കുന്ന ജോലിയാണ് എനിക്കിവിടെ. ഇങ്ങനെ കളിപ്പാട്ടെല്ലാം പറക്കി വെച്ചിട്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടയ്ക്കാറൊന്നുമില്ല അങ്ങനെ എന്നും. അങ്ങനെ ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് തൂത്തൊക്കെ ഇടും കേട്ടോ. Thank you. Welcome. അയ്യോ പോട്ടെ മണ്ടിക്കട്ടെ. അയ്യോ എൻ്റെ കാല് പോത്തില്ലല്ലോ. അയ്യോ നമ്മളിവിടെ പെട്ടു പോകുന്നു. അയ്യോ 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 പോകുന്നില്ല. അയ്യോ ചീപ്പ് അതായിരിക്കുന്നു. പൈശുവിനെ മുടിയേരി കൊടുത്ത ചീപ്പ് അതിപ്പോഴല്ലേ ഞാൻ കണ്ടത് എൻ്റെ തലയിലിരുന്നത്. പൈസയ്ക്ക് നിർബന്ധം ഞാൻ അവിടെ പുറകെ കയറണം. എന്നോട് വണ്ടി അടിക്കുക. പൈസു പാപ്പന്നില്ല ഇല്ലേ പൈസു? ഞങ്ങളിത് റിവേഴ്സ് ഗിയർ ഇട്ടാൻ പോകും. വണ്ടി ഓടിയോ? അയ്യോ ഞങ്ങൾ പെട്ടു ഗൈസ്. ഞങ്ങൾ ഇതിന്റെ ഇടയിൽ പെട്ടു. നീങ്ങുന്നില്ലടി. ഓ മൈ ഗാഡ്. എങ്ങോട്ടാ? ഞാൻ പൊറോട്ട കൊണ്ടോട്ടെ. പിന്നെ ഞാൻ എണ്ണീറ്റിട്ട് നീ ഫ്രണ്ടിൽ കിട്ടുക. നിന്റെ കാലെന്തേ?
അയ്യോ ഞങ്ങള് മൊത്തത്തിൽ പെട്ടു. യെസ് we can go now. അയ്യോ മതി, ഞാൻ കുഴഞ്ഞു. എണീക്കട്ടെ? മനുഷ്യരെ കൊല്ലാനായിട്ട് നനഞ്ഞോ? എങ്ങനെ? ഇല്ലല്ലോ, ഊരാൻ പറ്റത്തില്ല. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജോലി. അയ്യോ കുഴഞ്ഞേ, അയ്യോ കുഴഞ്ഞേ, അയ്യോ. നിക്കർ ഊരിയോ? എന്തിന്? വാവ ഉടുപ്പ് നിക്കറല്ല ഊരിക്കളയാണ് ഗൈസ്, കണ്ടില്ലേ? ഇവിടെ ഒരു സമയത്ത് ഉടുപ്പ് നിക്കർ ഇടത്തില്ലെന്ന്. ഞാനിനി എന്തോ ചെയ്യും? ഉടുപ്പൂരി എൻ്റെ ദേഹത്തോട്ട് എറിഞ്ഞായിരുന്നു. നീ ഇത് നിക്കർ ഊരിക്കളഞ്ഞേ? നിക്കർ ഉടുപ്പൂരിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് അത്തകണം വന്നാലാ വരുന്നു. വരണ്ട, പോ. വൈശിക പൊറോട്ട തിന്നുകയാണ് ഗൈസ്. ഇത്രയും തിന്നു, ഇനി ഇത്രയും കൂടെ ഉണ്ട്. തിന്ന് എടുത്ത് വായോ. ഞാം 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 ഞാം. വൈശിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ ഞാൻ പെട്ടെന്ന് ഇച്ചിരി എൻ്റെ വായിലും വെച്ച് തന്നു. കാണിക്കാൻ പറ്റത്തില്ല, ഉടുപ്പിലായിരിക്കുക. അഹങ്കാരി. ചിരിക്കണ്ട ഇങ്ങനെ. ഇനി കുളിപ്പിക്കണം വൈശിക്ക്. കുളിക്കാം. വൈഷുമാവയോ? വൈഷു എന്ത് ചെയ്ത്? മണ്ണ് വാരി ഇട്ടോ ദേഹത്തോ? വരട്ടെ, അവൾക്ക് ഞാൻ അടി കൊടുക്കാം. അവള് ഏഴായിലത്ത് പോലും ഇല്ല. വൈഷുവിന് അടി കൊടുക്കാന്ന് പറഞ്ഞ എൻ്റെ സ്നേഹപ്രകടനമാണ്. കുളിക്കാം ഇച്ചി കഴിഞ്ഞ് കുളിക്കാം. നാളെ കുളിച്ചാൽ മതിയോ? നാളെ കുളിക്കാം. മീൻകാരൻ വന്നതിനാ. മീൻ വേണോ? എങ്ങനെ മീൻ വേണോന്ന് ചോദിക്കുന്നത്? രണ്ട് മീൻ വേണോ? എങ്ങനെ ചോദിക്കുന്നത്? മീൻ വേണോ എങ്ങനെ ചോദിക്കുന്നത്? മീൻ വേണോ? ഓയ്. ഞാനും വൈശികയും കൂടെ ചൂട് ചോറും പുളിശ്ശേരിയും ഇന്നലത്തെ ചൂരിക്കറിയും വറുത്തതും പിന്നെ ഒരു പപ്പടവും. ഞങ്ങളൊരു ചോറ് കഴിക്കാൻ പോവാണ് അല്ലേ വൈശിക? എന്നാ അങ്ങനെ കുറേ നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മുടെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പം എന്നിട്ട് കഴുകി തീർന്ന ആ സമയത്ത് തന്നെ വിരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ പിന്നെ പിറ്റേന്നും കൂടി നമ്മൾ വെയിലത്തിടേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴുകി തീർന്ന അതേ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തങ്ങിടും. നമ്മുടെ വൈശികയുടെ കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയും
പപ്പടം വിത്ത് മുട്ട. യശിയുടെ ഉച്ചക്കലത്തെ ഫുഡ്. ഇത് മതിയെന്ന് പറഞ്ഞു. കഞ്ഞി മതിയോ മോക്ക്? കഞ്ഞിയാണോ മോക്ക് ഇഷ്ടം? ആണോ? യശിക തന്നെ കോരി കുടിക്കുക. കണ്ട്. ഗുഡ് ഗേൾ. മുട്ട തിന്ന്. പപ്പടം മുട്ട തിന്ന്. അപ്പോൾ പൈസയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കഴിച്ചു വെച്ചിരിക്കും കേട്ടോ. രാവിലെ പൊറോട്ട കഴിച്ചു, പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ചോറ് കഴിച്ചു, പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് കഞ്ഞി കുടിച്ചു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട പൊരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് ഫുൾ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചൂരക്കറിയുണ്ട്, പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈ ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ മുട്ടയും കൂടെ ആകുമ്പോൾ ഇന്നത്തെ കാര്യം റെഡിയാവും. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മുട്ടയും കൂടി ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഞാൻ മീൻകറി മാത്രം മതി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേനായിരുന്നു. ഞങ്ങളപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വൈശുവിനെ വിളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒരു കുഞ്ഞ് കെട്ടടി കിട്ടി. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇതിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയറും കൂടി കാണിച്ചു തരാം കേട്ടോ. ഫേസ് വാഷൊക്കെ ഇട്ട് എടുത്ത് ഫേസ് വാഷ് ഇട്ട് എൻ്റെ വള ഉണ്ട് അതിനകത്ത്. ഈ വള കണ്ടതിൻ്റെ സന്തോഷമാണ്. ഞാൻ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുപ്പികളെ കുപ്പികളെ എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ബെഞ്ചാരാസിൻ്റെ ടോണർ അപ്ലൈ ചെയ്യാം. നല്ല വിയർപ്പുണ്ട്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ഞാനിപ്പം പുതിയതായിട്ട് വാങ്ങിച്ചതാണ് മിനിമലിസ്റ്റിൻ്റെ. എനിക്കിതിട്ട് കൊടുക്കാം. പനിട പനിട അതുണ്ടോ നോക്കട്ടെ. പിന്നെ അടുത്തിടാൻ പോകുന്നത് നമ്മുടെ ലാക്മിയുടെ മോയ്സ്ചറൈസർ. ഇത് നല്ല സാധനമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും, ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്തിട്ടാലും ഇത് മാത്രം ഇട്ടാലും മതി. നല്ല മുഖം നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നൊരു കാര്യമാണ്, ഞാൻ ഇതൊക്കെ വെറും കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. സാധാരണ ഓരോരുത്തർ വാരി തേക്കുന്ന പോലെ ഒന്നും തേക്കാറില്ല. ഞാൻ ജസ്റ്റ് ഒരു ശകലം മാത്രമേ ഉപയോഗിക്കൂ. കുറച്ച് ലിപ് ബാം നമ്മുടെ ബേബി ലിപ്സ്. ഇതിൻ്റെ ഒരെണ്ണോട് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. വരുന്നു. എൻ്റെ വള എല്ലാം കുളമാക്കി. അങ്ങോട്ട് കാണിച്ചേ നോക്കട്ടെ. എൻ്റെ വള എല്ലാം കൂടി എടുത്ത് കയ്യിലിട്ട് കുളമാക്കിയത്. പൊടി അങ്കാരി ചിരിച്ചോണ്ട് നടക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ ഇടാം. ഇത് നേച്ചേഴ്സിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ തീർന്ന്
നമ്മുടെ തീർന്നിട്ടുണ്ടായിരുന്നു, ഞാനത് പുതിയത് വാങ്ങി. ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ വാങ്ങി. വേറെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി നോക്കണമെന്ന് വിചാരിക്കുന്നു, പറ്റുകയാണെങ്കിൽ വാങ്ങാം. കിട്ടിയല്ലോ. ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ട് കേട്ടോ. ഈ ലിപ് ബാം ഞാനിപ്പോൾ തുടച്ചു കളയും. അങ്ങനെ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ കരിയില്ല, നമ്മുടെ ഹിമാലയയുടെ കാജൽ. ഞാൻ കണ്ണാടി നോക്കട്ടെ. അപ്പം നമ്മൾ കണ്ണെഴുതി പൊട്ടിടാം. നമ്മുടെ പാട്ടയ്ക്കകത്തുള്ള പൊട്ട് കാണുന്നില്ല, കൊണ്ട് ഞാൻ ഐറ്റക്സ് എടുത്തു. മാമ ഇവിടെ വളയെല്ലാം ഇവിടെ പറക്കിച്ച് ഭയങ്കര കളി. നമ്മുടെ സിന്ദൂരം. ഇനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഹലോ ഹലോ, വരുമോ? നാ ഇറങ്ങി. സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കുന്നു, നമ്മളിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം മതി, നിർത്താം. ബാ പോവാം. എല്ലാം എടുക്ക്. അപ്പം ഞാൻ അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ലിപ് ബാം ഒന്ന് തുടച്ചോളാം. കമ്മൽ ഞാൻ കുഞ്ഞു കമ്മലായിട്ടോട്ടെ, നമ്മുടെ വൈഷുവിൻ്റെ കമ്മലായത്. ഞാൻ വിയർക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇനി മുടി ഞാൻ ഇങ്ങനെ അഴിച്ചിടുവാണ് കേട്ടോ, ഈരിയിട്ട് അഴിച്ചിട്ടേക്കാം, കിട്ടുന്നില്ല. എങ്ങനെയുണ്ട് ലുക്ക്? ടാറ്റ, പോയിട്ട് വരാം. അപ്പം ഞാനും വാവിയും റെഡിയായി കഴിഞ്ഞു, കണ്ടല്ലേ? വൈശിക്ക് അപ്പം ഈ ഇടയായിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ പറയും കേട്ടോ, ചേച്ചി വിളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ സംഭവം. ഈ റൗണ്ട് എടുത്ത് വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലാസ്റ്റ് പീരീഡ് മിക്ക പിള്ളേർക്ക് ഓരോ ക്ലാസ്സിന് വീതം പിള്ളേർക്ക് PT പീരീഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പീരീഡ് പിള്ളേരൊക്കെ ഇതെടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പോഴായിരിക്കും വൈശിക ചെല്ലുന്നത്. അപ്പോൾ അവർ ഒരെണ്ണം ഇവക്ക് കൊടുക്കും കേട്ടോ, ഏറ്റവും കുഞ്ഞത് നോക്കി ഇവക്കൊരെണ്ണം കൊടുക്കും. അപ്പോൾ അത് വാങ്ങിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഇടയായിട്ടാണ് കേട്ടോ ബഹളം തുടങ്ങിയത്, ഇങ്ങനെ ഇത് വെച്ചിട്ട് കളിക്കണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്നെ എപ്പോഴും 2 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങും, ചേച്ചി വിളിക്കാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ബഹളം.
അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം കളിക്കും. പിന്നെ അത് നമ്മൾ വൈശുവിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് ഇറങ്ങി കേട്ടോ. അപ്പം തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കും. ചിലപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. പക്ഷേ രണ്ടുപേരും എനിക്ക് തന്നില്ല. രണ്ടുപേരും കൂടി ഇത് 2 സ്ട്രോ ഒക്കെ ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ശകലം മാത്രമേ തന്നുള്ളൂ കേട്ടോ. മതിയോ? കൊള്ളാവോ? ഊമറാന്നോ? ഈ കമ്പല് നീ ഊരി കളഞ്ഞോടി. ഇല്ലല്ലേ? എന്നാ പോവാം. അപ്പം ഞാൻ വൈശുവിനെ വിളിച്ചുകൊണ്ട് വന്നു. നമ്മുടെ വളയെല്ലാം മാവ കുളമാക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഏതൊക്കെ എങ്ങനെ എല്ലാം ഒരേ കളർ അടുക്കി പെടുക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതിപ്പോൾ പല കളറായി. എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്തുവാ മോള് ബിസ്ക്കറ്റ് കൊടുത്തില്ലേ മാവയ്ക്ക്? പിന്നെ എന്തിനാ അവള് വഴക്കിടുന്നത്? സൈക്കിളിലോ? അവളാണ് നോക്ക് കാണും. കിട്ടിയോ? അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ ഈ വീഡിയോ പോയി തിന്നട്ടോ. ഇത് 2 എണ്ണേ ഉള്ളു, ബാക്കി പൊട്ടിപ്പോയി. ഈ കുപ്പികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് 2 എണ്ണേ ഉള്ളു, ബാക്കി പൊട്ടിപ്പോയി. ഇത് വേറൊരു ബ്ലൂ കളർ, ഇത് ബ്ലാക്ക്. ഇതും കുറേ ഉണ്ടായിരുന്നു, ഇതും പൊട്ടിപ്പോയി. ഇത് പിന്നെ വലിയ കുപ്പികളെ. ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു, ഇത് 1 എണ്ണം പൊട്ടി. ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഞങ്ങൾ റേസ് വായിച്ചപ്പോഴേ എനിക്ക് ബലൂണ് വാങ്ങി പൈസ കളിപ്പാട്ടം, എനിക്ക് ബലൂണ് അമ്മയ്ക്ക് പറയാം അത് ബൂമറാണ്. പക്ഷെ ഞങ്ങൾ ബൂമർ പോലെ ഞങ്ങൾക്ക് തോന്നി. ഒരു മുട്ടായി മേടിച്ചേട്ടോ, ജെംസിൻ്റെ കൂട്ടിരിക്കുന്ന കുഞ്ഞ് ഇത്രയേ ഉള്ളൂ ബൗള്. അതാണെങ്കിലേ ബൂമറായിരുന്നു. ഞാൻ എൻ്റെ ഭാഗ്യത്തിന് 1 എണ്ണം ഇച്ചിരി ഒന്ന് ചവച്ചിട്ട് പോകുന്നില്ല, ബൂമറായിരുന്നത്. ഞാൻ പിന്നെ വാങ്ങിച്ച് കളഞ്ഞു 2 പേരുടെ. അതിനെ ഓരോരോ മുട്ടായിക്ക് സ്പെഷ്യൽ വളയാണ് കേട്ടോ. സ്പെഷ്യൽ വളയാണ്. ഇതെന്താ തിന്നുന്നതാണ് സ്പെഷ്യൽ വളയാണ്. ഇതിൻ്റെ പ്രത്യേകത ഒന്നും നിനക്ക് അറിയത്തില്ല. ഇനി വേറൊരു വളയുണ്ട്, ഞാൻ കാണിച്ചത്. അത് ഞാൻ അടുക്കി വെച്ചു, കാണിച്ചു തരാം കേട്ടോ. റണ്ണും പിങ്കും. ഇതെൻ്റെ കല്യാണത്തിൻ്റെ വള. ഇത് ഞങ്ങളുടെ 2 പേരുടെയും, എൻ്റെയും ദേവുവിൻ്റെ. ദേവിൻ്റെ റെഡ്, എൻ്റെത് പിങ്കും ബ്ലൂ. ദേവ് വള ഇടത്തില്ല. ഇതെല്ലാം എൻ്റെ കസ്റ്റഡിയിൽ. മാറി നിൽക്കുക. ഇത് കുപ്പിവളയല്ല, അതേ കണക്കൊരു വളയാണ്. പിന്നെ ഇത് 2 ടൈപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടി ഇത് നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ്. ഇത് പല ടൈപ്പിലുള്ളതുണ്ട് ഇതിനകത്ത്. ഇത് ഇത്രയും ഒരു ടൈപ്പാണ്. ഇങ്ങനെ പിരി പോലെ. ഇത് കല്ല് വെച്ചിട്ടുള്ളത്. ഇത് കല്ല് വെച്ചിട്ടുള്ളത്. പിന്നെ
പിന്നെ ഇത് ഡോട്ട് ഡോട്ട് കണ്ട. ഓ ഇത്രയാണ് എൻ്റെ വള. ഇത്രയാണ് എൻ്റെ വളകൾ. നമുക്കിതെടുത്ത് വെക്കാം. ഇനിയുണ്ട് ഇതെൻ്റെ വേറെ വിള. ഇത് ഒരു വലിയ വളം. ഇത് ഞാൻ എപ്പോഴും ഇടുന്നേ, അതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടില്ല, വേറെ വെച്ചിരിക്കാം. ഇവിടെ മിക്കാറും ഇവിടെ പോയാലും ഈ വളം ഇട്ടുകൊണ്ട് പോകും. ഇത്രയേ ഉള്ളൂ എൻ്റെ വളകൾ. സിറം വന്നതിൻ്റെ ഒന്നും ഓർഡർ ചെയ്തില്ലടാ. അമ്മച്ചി പൈസ വാങ്ങിയതാ. അച്ഛൻ രാവിലെ പൈസ വാങ്ങിയതേ മറ്റേ ഇതിനായിരുന്നു. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിയ. നമ്മൾ രാത്രിയിലപ്പോൾ ഇവിടെ മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടയും ബ്രെഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകിട്ട് വൈശുവിനെ വിളിച്ചിട്ട് എന്നിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അവൾ രണ്ടുപേരും ഉറങ്ങിയപ്പം ഞാൻ പിന്നെ ലൈവ് പോയി, പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്ത്, വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അവർ എഴുന്നേറ്റ് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പാലുണ്ട്, ബ്രെഡും മുട്ടയും. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മുട്ടയും ബ്രെഡും മതി. അപ്പം എനിക്ക് മുട്ട പൊരിച്ചിട്ട് ബ്രെഡിനകത്ത് വെച്ച് കഴിക്കാനാണ് കേട്ടോ. അല്ലാണ്ട് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുട്ടയാണിത്, മുട്ടയും ബ്രെഡും. ഞാനപ്പോൾ കഴിക്കട്ടെ. ഏട്ടനിവിടെ ചട്ടി ചോറ്. ഏട്ടൻ നമ്മുടെ ചട്ടിക്കകത്ത് ചോറിട്ട് തിന്നെയാണ്. ഞാനപ്പോൾ അങ്ങോട്ട് കഴിക്കട്ടെ. കുറച്ചെങ്കിലും താമേ. സൂപ്പറാ. ഒരു കടി കഴിച്ചു. ഒരു കടി കഴിക്കാൻ ഒരു ബ്രെഡ് മൊത്തം കടിച്ചു. ചേട്ടനെ വിശ്വസിക്കാൻ കൊള്ളാമില്ല. ഞാൻ കുറച്ച് പച്ച ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടായിരുന്നു. പുളിയുണ്ട്, ഉള്ളിയുടെ രുചിയുണ്ട്. കൊള്ളാം. ഇതാണ് എൻ്റെ ഇന്നത്തെ
സ്പെഷ്യൽ ഡിന്നർ കംപ്ലീറ്റ്. നിങ്ങളോ ഞങ്ങൾ തിന്നു കഴിഞ്ഞോ? ഞങ്ങളുടെ ബന്ധോ പെട്ടെന്ന് തന്നെ. അമ്മ ഷാമി 5 പോലെ ഷാമി 5 മക്കൾ ഇന്ന് ആരൊക്കെ തമ്മിലായിരുന്നു കളി? എന്ത് ചോദിച്ചോ? ആ ഇന്നലെ ജയിച്ച ഇന്ത്യ അറിയാമോ? ജയിച്ച ഇന്ത്യ എന്ന് പറഞ്ഞാ ആരാ? കുമ്പോർക്ക് വയ്ക്കുന്ന ആൾ കുഞ്ഞു പറഞ്ഞോളാമേ ഫുട്ബോളോ ക്രിക്കറ്റ്? അപ്പം നമ്മുടെ ഡിന്നർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. ഇനിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ.